ഈ തൃശ്ശൂർ തന്നെയാണെങ്കിലും നിങ്ങളിപ്പോൾ ബിൽഡേഴ്സിന്റെ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതിന് പറ്റിയൊരു ലൊക്കേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യണത്? ഈ റോഡ് സൈഡിൽ നിന്ന് നോക്കിയിട്ടാണ്, ഈ പറയുന്ന സോക്കോൾഡ് ഹൈവേയുടെ അടുത്തെന്നുള്ള രീതിയിലാണോ? എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ലൊക്കേഷൻ ഹണ്ടിങ്ങിൽ ഫൈനലൈസ് ചെയ്യണത്? എപ്പോഴും ഒരു ലൊക്കേഷന് 3 രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഒന്ന് പ്രൈസിന്റെ രീതിയിലാണ്. പ്രൈസാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഏതൊരു പ്രോപ്പർട്ടിയിലും ഇപ്പോൾ അതിന്റെ മാക്സിമം അപ്രിസിയേഷൻ റീച്ച് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഒരു സിറ്റിയുടെ മെയിൻ സെന്ററിലാണ് ഒരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ മാക്സിമം അപ്രിസിയേഷൻ റീച്ച് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡെവലപ്മെന്റുകൾ, അതായത് ഇനിയും വരാൻ പോകുന്ന ഡെവലപ്മെന്റുകളെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ലൊക്കേഷൻ ഉണ്ടാവും. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഒരു ഔട്ട്സ്കേർട്സ് ലൊക്കേഷൻ ആയിരിക്കും. ഇനി ഒരു നെക്സ്റ്റ് 10 years കൊണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇതിൽ എപ്പോഴും ഞങ്ങളുടെ ഫോക്കസ് പോകുന്നത് ഇതിൽ സെക്കൻഡ് കാറ്റഗറിയിലാണ്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡെവലപ്മെന്റ് എങ്ങോട്ടാണ്, സിറ്റി എങ്ങോട്ടാണ് നെക്സ്റ്റ് ഗ്രോ ചെയ്യാൻ പോകുന്നത്, അതിന്റെ ബേസിസിലാണ്. അതിന് ഞങ്ങളുടെ ഒരു റിസർച്ച് ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു 3 kilometer റേഡിയസിൽ എന്തൊക്കെയാണ് നെക്സ്റ്റ് ഡെവലപ്മെന്റുകൾ വരാൻ പോകുന്നത്, അതിന് കൃത്യമായിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവും. അത് എത്രത്തോളം നമ്മുടെ പ്രൊജക്റ്റുകൾക്ക് ഫീസിബിൾ ആണ്, ഇവിടെ താമസിക്കാൻ പോകുന്ന കസ്റ്റമേഴ്സിന് എത്രത്തോളം അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, റോഡുകൾ, വരുന്ന സ്കൂൾസ്, കോളേജസ്, ഇതെല്ലാം വരുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്, ഒരു കസ്റ്റമർക്ക് ഇന്നൊരു പ്രോപ്പർട്ടി വാങ്ങിയാൽ നെക്സ്റ്റ് 5 years കൊണ്ട് ഈ ടോട്ടൽ ഡെവലപ്മെന്റുള്ള ലൊക്കേഷനിൽ വന്നു കഴിയുമ്പോൾ അവർ വാങ്ങിയതിനേക്കാളും ബെറ്റർ റിട്ടേൺ അവർക്ക് കിട്ടും.